നമസ്കാരം, ഞാൻ ഡോക്ടർ ജയഗണേഷ്. 50 വയസ്സുള്ള സ്ത്രീ മദ്യപാനമില്ല, എന്നാൽ കരൾ വീക്കം കാരണം മരണപ്പെടുന്നു. 60 വയസ്സുള്ള പുരുഷൻ മദ്യപിച്ചിട്ടേയില്ല, എന്നാലും ലിവർ സിറോസിസും ശേഷം ലിവർ ക്യാൻസറും കാരണം മരണപ്പെടുന്നു. എന്താണ് ഇതിനൊക്കെ കാരണം? ഇതാണ് MASH അഥവാ MASLD, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഓർ സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മലയാളിയുടെ ഫാറ്റി ലിവർ. എന്താണ് ഇതിലെ വില്ലൻ? ഫാറ്റി ലിവർ എന്നത് നിങ്ങൾ കഴിക്കുന്ന അമിതമായ കൊഴുപ്പുള്ള ആഹാരങ്ങളും അമിതമായ അന്നജമടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഷുഗർ കൂടിയ ഭക്ഷണങ്ങളെല്ലാം ചെന്ന് ലിവറിൽ ചെന്ന് കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ലിവറിൽ മാത്രമല്ല, ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിലും എല്ലാത്തിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ കൂട്ടത്തിൽ സ്മോക്കിങ്ങും നിങ്ങളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അഥവാ അനങ്ങാത്ത ജീവിതശൈലി, മോശമായ ജീവിതശൈലി, എക്സസൈസ് ഇല്ലാത്ത ജീവിതശൈലി എല്ലാമാണ് ഇതിലെ മറ്റ് വില്ലന്മാർ. അപ്പം ഇതിലെ തുടക്കക്കാരായിട്ട് വരുന്ന ഫാറ്റി ലിവർ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? ഈ വയറ്റിലെ വലതുവശത്ത് മുകളിലായിട്ടുള്ള വേദന, ഇൻഡൈജഷൻ അഥവാ നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാവുക, വയറ് പെരുപ്പം, വയറ് വീക്കം എന്നിവയെല്ലാം തുടക്കത്തിൽ കാണാറുണ്ട്. അതിനുശേഷം സിറോസിസ് ആയിട്ട് വരുമ്പോൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, വയറ്റിനുള്ളിലും കയ്യിലും കാലിലും എല്ലാം നീർക്കെട്ടുണ്ടാവുക, പിന്നീട് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കാരണം ചോര തുപ്പുക, മരത്തിലൂടെ ചോര പോവുക, ഒടുവിൽ ക്യാൻസർ ആയിട്ടെല്ലാം മാറി വരാറുണ്ട്. ഓക്കെ, ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറെ ചെന്ന് കാണുക. അപ്പോൾ കുറച്ച് രക്തപരിശോധനകൾ ആദ്യം ചെയ്യും. ഇപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം നോക്കുന്ന രീതിയിലുള്ള എൻസൈംസുകൾ ആദ്യം ടെസ്റ്റ് ചെയ്യും. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും നോക്കും. ഇത് വെച്ചിട്ട് ഡോക്ടർ ഒരു സ്കോറിങ്ങിലെത്തും. FIB-4 സ്കോറാണ് പറയുന്നത്. ആ സ്കോറിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നോക്കിയതിന് ശേഷം ഫൈബ്രോ സ്കാൻ വേണോ അതോ കൂടിയതായിട്ടുള്ള ഷിയർ വേവ് ഇലാസ്റ്റോഗ്രഫിയിൽ എത്തണോ എന്നുള്ളതിനെല്ലാം തീരുമാനമാക്കും. ഇനി അഥവാ സ്കോർ കുറവാണെങ്കിലോ നിങ്ങളുടെ ജീവിതശൈലി കൊണ്ട് മാത്രം തന്നെ ഇത് മാറ്റിയെടുക്കാനും കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വെയിറ്റ് കുറയ്ക്കുക, നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ഡയറ്റ് ചെയ്യണം. ഡയറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുള്ള, കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുക, വെജിറ്റബിൾ സലാഡ്സ് കഴിക്കുക, പിന്നെ ഫൈബർ അഥവാ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഒഴിവാക്കുക, പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് ഡയറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത് നിങ്ങളുടെ BMI നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് BMI കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് BMI മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യുക. ഒരു ദിവസം തന്നെ 30 മിനിറ്റോളം കൈയും വീശി വിയർക്കുന്ന രീതിയിലുള്ള നടത്തമാണ് വേണ്ടത്. ഒരു ആഴ്ചയിൽ 5 മുതൽ 6 ദിവസം വരെ നടക്കണം. അങ്ങനെ നിങ്ങൾ ഒരു മാസം 1 കിലോ വെച്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റഡ് വെയിറ്റ് ഒരു 5 to 6 മന്ത്സിനുള്ളിൽ കൊണ്ട് എത്താം. അങ്ങനെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ആയിട്ടുള്ളത് സ്മോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ പാടെ ഒഴിവാക്കുക. ഓക്കെ, തുടർന്നും നിങ്ങൾക്ക് 5-6 മാസം കഴിഞ്ഞിട്ടും വണ്ണം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കുന്ന രീതിയിലുള്ള ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഡ്രഗ്സ് എല്ലാം വണ്ണം കുറയ്ക്കാനുള്ള രീതിയിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിന് ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. അതിനുശേഷം കുറയുന്നില്ല, നിങ്ങൾക്ക് മോർബിഡ്ലി ഒബീസ് ആയിട്ടുള്ള വണ്ണമാണ്, അമിതവണ്ണമാണ്, പൊണ്ണത്തടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ സർജറീസും നമുക്ക് അവൈലബിൾ ആണ്. അത് സർജൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കരളിൻ്റെ വില്ലൻ ആൽക്കഹോൾ മാത്രമല്ല, ഫാറ്റി ലിവറും കൂടിയാണ്. അപ്പോൾ മോശമായ ജീവിതശൈലിയും ഭക്ഷണശൈലിയും വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടിയാണ് ഇതിൻ്റെ മെയിൻ വില്ലന്മാർ. അത് മനസ്സിൽ വയ്ക്കുക. കരളിൻ്റെ സംരക്ഷണം ഇന്നു മുതൽ ഉറപ്പാക്കുക.